നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വിഷയം സത്യത്തിൽ ഞാൻ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. അതിൻ്റെ കാരണം നമ്മൾ ഈ ഭയപ്പെടുന്നതിൻ്റെ അത്രയും ഇത് സങ്കീർണമല്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. എന്നിരുന്നാലും എൻ്റെ പല വീഡിയോയുടെയും ചുവട്ടിൽ ആളുകൾ വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ആശങ്കയൊന്ന് ദൂരീകരിക്കാനും കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, അടുത്തിടെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ദേശീയ നാവിഗേഷൻ സംവിധാനമായിട്ടുള്ള നാവിക് അഥവാ ഇന്ത്യയുടെ സ്വന്തം GPS ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ളത്. 2026 മാർച്ച് 13 IRNSS-1F എന്ന ഉപഗ്രഹത്തിലെ ആറ്റമിക് ക്ലോക്ക് പൂർണ്ണമായിട്ടും പണിമുടക്കിയതോടുകൂടിയാണ് ഈ പ്രശ്നം രൂക്ഷമായത്. ഇത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്, ഇതിൻ്റെ പിന്നിലെ സാങ്കേതിക കാരണങ്ങൾ എന്തൊക്കെയാണ്, രാജ്യസുരക്ഷയെ ഇതെങ്ങനെ ബാധിക്കും, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. 2006 ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് നാവിക്. 7 ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇതിനായിട്ട് വിഭാവനം ചെയ്തത്. ഇത് 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകും. ഒന്ന്, സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് എന്ന് പറയും. സാധാരണക്കാർക്ക് ഫോണുകളിലും വാഹനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സേവനം. രണ്ടാമത്തേത് റെസ്ട്രിക്റ്റഡ് സർവീസസ് എന്ന് പറയും. അത് സൈനിക ആവശ്യങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടി മാത്രമുള്ള എൻക്രിപ്റ്റ് ചെയ്ത സിഗ്നലുകൾ. അമേരിക്കയുടെ GPS-നേക്കാളും മികച്ച രീതിയിൽ, വിശേഷിച്ച് ഇന്ത്യയുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ എൽ ബാൻഡ്, എസ് ബാൻഡ് എന്നീ 2 ഫ്രീക്വൻസികൾ ഉപയോഗിച്ചിട്ടാണ് നാവിക് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധി എന്താണ്? ഭൂമിയിലുള്ള ഒരാളുടെ കൃത്യമായ സ്ഥാനം, സമയം, ദൂരം എന്നിവ കണക്കാക്കാനായിട്ട് ഒരു ഉപഗ്രഹ ശൃംഖലയിൽ കുറഞ്ഞത് 4 ആക്റ്റീവ് ഉപഗ്രഹങ്ങളെങ്കിലും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രക്രിയയാണ് ട്രയാങ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 4 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ നാവിക് സേവനങ്ങൾ നൽകിയിരുന്നത്. എന്നാൽ 2016 വിക്ഷേപിച്ച IRNSS-1F എന്ന ഉപഗ്രഹത്തിൻ്റെ 10 വർഷത്തെ കാലാവധി 2026 മാർച്ച് 10 അവസാനിക്കുകയും മാർച്ച് 13 അതിലെ അവസാനത്തെ ആറ്റമിക് ക്ലോക്കും നിലയ്ക്കുകയും ചെയ്തു. ഇതോടെ നാവിക് ശൃംഖലയിലെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3 ചുരുങ്ങി. ചുരുക്കത്തിൽ പറഞ്ഞാൽ 3 ഉപഗ്രഹങ്ങൾ വെച്ചിട്ട് കൃത്യമായ നാവിഗേഷൻ സാധ്യമല്ല. അത് 100 കണക്കിന് മീറ്ററിൻ്റെ വ്യത്യാസം കാണിക്കും. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ നാവിക്ക് ഇത്തരമൊരു തകർച്ച നേരിടാൻ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ആറ്റോമിക് ക്ലോക്കുകളുടെ പരാജയം തന്നെയാണ്. നാവിഗേഷൻ ഉപഗ്രഹങ്ങളുടെ ഹൃദയമാണ് ആറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയുന്നത്. പ്രകാശ വേഗതയിലാണ് റേഡിയോ സിഗ്നലുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിലുള്ള 1 സെക്കൻഡിൻ്റെ 100 കോടിയിലൊരംശം വ്യത്യാസം പോലും ലൊക്കേഷനിൽ വലിയ തെറ്റുകൾ വരുത്തും. ഇന്ത്യയുടെ ആദ്യകാല ഉപഗ്രഹങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലെ സ്പെക്ട്ര ടൈം എന്ന കമ്പനി നിർമ്മിച്ച റുബീഡിയം ആറ്റോമിക് ക്ലോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വിദേശ ക്ലോക്കുകൾക്ക് വ്യാപകമായിട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും IRNSS-1A, 1C, 1D, 1E, 1G, ഇപ്പോൾ 1F എന്നീ ഉപഗ്രഹങ്ങളിലെ ക്ലോക്കുകൾ കൂട്ടത്തോടെ പണിമുടക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് വിക്ഷേപണ പരാജയങ്ങൾ. ഉപഗ്രഹങ്ങൾ കേടായപ്പോൾ പുതിയവ അയക്കാനായിട്ട് ISRO ശ്രമിച്ചെങ്കിലും അവിടെയും പിഴവുകൾ പറ്റിയിട്ടുണ്ട്. 2017 വിക്ഷേപിച്ച IRNSS-1H ഉപഗ്രഹത്തിൻ്റെ ഹീറ്റ് ഷീൽഡ് തുറക്കാത്തത് മൂലം അത് പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിലായിട്ട് 2025 ജനുവരിയിൽ വിക്ഷേപിച്ച NVS-02 എന്ന 2ാം തലമുറ ഉപഗ്രഹവും പരാജയപ്പെട്ടു. പിന്നെ ഉപഗ്രഹങ്ങളുടെ കാലാവധിയാണ് 3ാമത്തെ കാരണം. ആദ്യകാലത്ത് വിക്ഷേപിച്ച മിക്ക ഉപഗ്രഹങ്ങളുടെയും കാലാവധി 10 വർഷമായിരുന്നു. 2013 2014 വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ അവയുടെ ആയുസ് പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന അപകടങ്ങൾ? ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തന്ത്രപരമായ സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതായത് സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് വൾണറബിലിറ്റി. നമ്മുടെ കര, നാവിക, വ്യോമസേനകൾ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അതിർത്തിയിലെ സൈനിക വിന്യാസങ്ങൾക്കും നാവിക്കിൻ്റെ എൻക്രിപ്റ്റഡ് സിഗ്നലുകളെയാണ് ആശ്രയിക്കുന്നത്. നാവിക്ക് തകരാറിലായാൽ നമ്മൾ വീണ്ടും അമേരിക്കയുടെ GPS-നെയോ മറ്റോ ആശ്രയിക്കേണ്ടതായിട്ട് വരും.
നാളെ ഒരു യുദ്ധമുണ്ടായാൽ വിദേശ രാജ്യങ്ങൾക്ക് അവരുടെ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് സ്പൂഫിംഗ് നടത്തി നമ്മുടെ സൈനിക നീക്കങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ഒരു പരാധീനത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തെയും ഇത് ബാധിക്കും. നിലവിലെ 8700 പരം ട്രെയിനുകൾ തത്സമയ ട്രാക്കിങ്ങിനായിട്ട് നാവിക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ട്രെയിൻ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, ദുരന്ത നിവാരണം, ഇതെല്ലാം ഇപ്പോൾ അപകടത്തിലാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ്, ISRO, ഗഗൻയാൻ പോലെയുള്ള വലിയ പ്രൊജക്റ്റുകൾക്ക് പിന്നാലെ പോകുമ്പോൾ രാജ്യത്തിന് അത്യാവശ്യമായി വേണ്ട തന്ത്രപ്രധാനമായ നാവിഗേഷൻ സംവിധാനങ്ങളെ അവഗണിക്കുകയാണോ എന്ന വിമർശനം മുൻ ഉദ്യോഗസ്ഥരായ EAS ശർമ്മയെ പോലുള്ളവരും ഉന്നയിച്ചിട്ടുണ്ട്. ഇതും ഒരു വസ്തുതയാണ്. പ്രതിസന്ധികൾ വലുതാണെന്നുണ്ടെങ്കിലും ഇതൊരു അവസാനമൊന്നുമല്ല. ISRO ഇതിനകം തന്നെ ചില പരിഹാര നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സ്വന്തമായി നിർമ്മിച്ച ആറ്റമിക് ക്ലോക്കുകൾ തന്നെയാണ്. വിദേശ ക്ലോക്കുകളുടെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ISRO സ്വന്തമായിട്ട് ഇന്ത്യൻ റുബീഡിയം ആറ്റോമിക് ക്ലോക്കുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2023 വിക്ഷേപിച്ച NVS-01 ഉപഗ്രഹത്തിൽ ഇത് വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനിയുള്ള ഉപഗ്രഹങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം ക്ലോക്കുകളായിരിക്കും ഉപയോഗിക്കുക. പിന്നെ ചെയ്യാനുള്ളത് രണ്ടാം തലമുറ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വേഗത്തിലാക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട ഉപഗ്രഹങ്ങൾക്ക് പകരമായിട്ട് NVS-03, NVS-04, NVS-05 എന്നീ അത്യാധുനിക ഉപഗ്രഹങ്ങൾ എത്രയും വേഗം വിക്ഷേപിച്ച് ശൃംഖല പൂർണ്ണമാക്കുക എന്നതാണ് ഒരേ ഒരു വഴി. മൂന്നാമതായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള കൃത്യതയും പരിശോധനകളും, അതായത് NVS-02 വിക്ഷേപണത്തിൽ ഉണ്ടായതുപോലെയുള്ള ചെറിയ കണക്ഷൻ പിഴവുകൾ പോലും ഒഴിവാക്കാനായിട്ട് ശക്തമായ ക്വാളിറ്റി കൺട്രോൾ സംവിധാനങ്ങളും ISRO കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെട്ടെന്ന് നാളെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ ഗതി എന്താകുമെന്ന്. നാളെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ സ്വന്തം GPS ഇല്ലാതെ ഇന്ത്യ എങ്ങനെ ശത്രുക്കളെ നേരിടും? ഇവിടെയാണ് രാജ്യത്തിൻ്റെ കൃത്യമായ പ്ലാൻ B അഥവാ കോണ്ടിൻജൻസി പ്ലാൻ രക്ഷയ്ക്കെത്തുന്നത്. നാവിക്ക് പണി മുടക്കിയാലും ഇന്ത്യൻ സൈന്യം ഒരിക്കലും അന്ധരാകില്ല. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് അമേരിക്കയുമായിട്ടുള്ള BECA കരാർ. 1999 കാർഗിൽ യുദ്ധ സമയത്ത് അമേരിക്ക നമുക്ക് GPS ഡാറ്റ നിഷേധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ 2026 ലോകക്രമം അതല്ല. ഇന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ ശക്തമായ തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധമാണുള്ളത്. 2020 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച ബേക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെൻറ്റ്, ഈ കരാർ ഇവിടെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറും. അതായത് ഈ കരാർ പ്രകാരം യുദ്ധസമയത്ത് അമേരിക്കയുടെ ഏറ്റവും കൃത്യതയാർന്ന എൻക്രിപ്റ്റ് ചെയ്ത മിലിറ്ററി ഗ്രേഡ് GPS സേവനങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കും. നമ്മുടെ ക്രൂസ് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യസ്ഥാനം കണ്ടെത്താനായിട്ട് ഇത് ധാരാളമാണ്. ഏഷ്യയിൽ ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമായതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഒരിക്കലും ഇന്ത്യക്ക് ഈ സഹായം നിഷേധിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷനാണ് റഷ്യയുടെ ഗ്ലോനാസ്. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ പ്രതിരോധ പങ്കാളികളാണല്ലോ റഷ്യ. അമേരിക്കയുടെ GPS പോലെ റഷ്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമാണ് ഗ്ലോനാസ്. യുദ്ധസമയത്തോ മറ്റടിയന്തര സാഹചര്യത്തിലോ ഗ്ലോനാസിൻ്റെ സൈനിക സിഗ്നലുകൾ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ കൃത്യമായ ധാരണയുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഗ്ലോനാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനാണ് മൾട്ടി കോൺസ്റ്റലേഷൻ റിസീവറുകൾ എന്ന് പറയും. അതായത് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളോ മിസൈലുകളോ നാവിക്കിൽ മാത്രം പ്രവർത്തിക്കുന്നവയല്ല. ഇതിലുപയോഗിക്കുന്നത് മൾട്ടി കോൺസ്റ്റലേഷൻ റിസീവേഴ്സാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ GPS, റഷ്യയുടെ ഗ്ലോനാസ്, യൂറോപ്പിൻ്റെ ഗലീലിയോ എന്നിവയിൽ നിന്നും ഒരേ സമയം സിഗ്നലുകൾ സ്വീകരിക്കാനായിട്ട് ഇതിന് കഴിയും. എന്തെങ്കിലും കാരണവശാൽ നാവിക് പൂർണ്ണമായിട്ടും തകരാറിലായാൽ പോലും നമ്മുടെ സിസ്റ്റം തനിയെ, അതായത് ഓട്ടോമാറ്റിക്കലി റഷ്യയുടെയോ അമേരിക്കയുടെയോ സിഗ്നലുകളിലേക്ക് മാറും. അതുകൊണ്ട് ആശയവിനിമയം ഒരു കാലത്തും തടസ്സപ്പെടില്ല. ഈ സാഹചര്യത്തിൽ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇസ്രായേലിൽ നിന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് നാവിഗേഷൻ സഹായം ലഭിക്കുമോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഇല്ല എന്നാണ്.
കാരണം വളരെ ലളിതമാണ്. അമേരിക്കയുടെ GPS പോലെയോ റഷ്യയുടെ ഗ്ലോനാസ് പോലെയോ ഇസ്രായേലിന് സ്വന്തമായിട്ടൊരു ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ഇല്ല. തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും വേണ്ടിയിട്ട് അവർ അമേരിക്കയുടെ GPS-നെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ പങ്കിടൽ കരാർ, അതായത് GNSS ഷെയറിംഗ് എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ട് ഇസ്രായേലിന് കഴിയില്ല. എന്നാൽ നാവിക്കിന് ഒരു പകരക്കാരനാകാനായിട്ട് ഇസ്രായേലിന് കഴിയില്ല എന്നുണ്ടെങ്കിലും നാളെ ഒരു യുദ്ധമുണ്ടായാൽ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്ന സഹായം വളരെ നിർണായകമായിരിക്കും. ഒന്നാമത്തേത് രഹസ്യാന്വേഷണ വിവരങ്ങൾ. ഇസ്രായേലിൻ്റെ അത്യാധുനിക ചാര ഉപഗ്രഹങ്ങൾ പകർത്തുന്ന അതിസൂക്ഷ്മമായ സാറ്റലൈറ്റ് ചിത്രങ്ങളും വിവരങ്ങളും അവർ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുന്നുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് ഇന്ത്യയെ സഹായിക്കും. രണ്ടാമതായിട്ട് ഡിഫൻസ് ടെക്നോളജി. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഹെറോൺ ഡ്രോണുകളും ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ച ബാരാക്ക് മിസൈലുകളും എല്ലാം മികച്ച ഉദാഹരണങ്ങളാണ്. ഇവയിലെല്ലാം ഒന്നിലധികം നാവിഗേഷൻ സിസ്റ്റങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഇലക്ട്രോണിക് വാർഫെയർ. യുദ്ധസമയത്ത് ശത്രുക്കൾ നമ്മുടെ നാവിഗേഷൻ സിഗ്നലുകൾ ജാം ചെയ്യാൻ ശ്രമിച്ചാൽ അത് തടയാനുള്ള ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഫാൽക്കൺ അവാക്സ് റഡാറുകളും ഇന്ത്യക്ക് നൽകുന്നത് ഇസ്രായേലാണ്. ചുരുക്കത്തിൽ സ്വന്തമായിട്ട് നാവിഗേഷൻ ഉപഗ്രഹങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലും ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിലും ഇസ്രായേൽ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഈ പ്രതിസന്ധികളുടെ ഇടയിലും ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഫാക്ടറാണ് ISROയുടെ വേഗത, അതായത് റാപ്പിഡ് റെസ്പോൺസ് കേപ്പബിലിറ്റി എന്ന് പറയും. ചരിത്രം പരിശോധിച്ചാൽ പരാജയങ്ങളിൽ നിന്നും അതിവേഗം തിരിച്ചു വരാൻ കഴിവുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ISRO. പ്രതിസന്ധി ഘട്ടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുതിയ നാവിഗേഷൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ശൃംഖല പൂർണ്ണമാക്കാനായിട്ട് ISROയ്ക്ക് കഴിയും. ഇതിനുള്ള സ്വന്തം അറ്റോമിക് ക്ലോക്കുകൾ ഇന്ത്യ ഇതിനകം തന്നെ വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സേനകൾ ഇതിനെ നേരിടാനായിട്ട് പൂർണ്ണ സജ്ജരാണ്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് ഭൂഷണമല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല എന്നതൊരു വലിയ ആശ്വാസമാണ്. ISRO ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് നാവിക്കിനെ പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.